സദാചാര കുണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സദാചാര കുണ്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സദാചാര കുണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നതേ ഈ കാണുന്നതാണ് സദാചാര കുണ്ടികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു വ്യക്തി ഉണ്ടെന്ന്, അതായത് ഹോസ്പിറ്റലിൽ പോയി റിട്ടേൺ വന്ന വരിക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും കൂടി വണ്ടി നിർത്തി, അവർക്ക് BP കുറഞ്ഞതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി നിന്നപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ടാത്ത ഇടപാടുകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടിയോണ്ട് ഇറങ്ങി വന്നടാ. പിന്നെ എന്താ അവിടെ നടന്നതെന്ന് ചോദിച്ചാലല്ലോ തൂക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക, ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു, അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, ബാക്കി ആർക്കും നാണം. അങ്ങനെ തന്നെയാണോ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. മൊത്തം കുത്തിയാ കൊമ്പളം മുളകോ ഇല്ല, അവള് കണ്ട അതിന്റെ ഇവരുടെയൊക്കെ മുതലല്ലേ പത്ര ഉണ്ടാവുള്ളൂ. എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രായത്തിൽ 2025-26 താമസിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് 90-ലെ കാലഘട്ടം അല്ലെങ്കിൽ 80-ലെ കാലഘട്ടം 70-ലെ കാലഘട്ടത്തിലേക്കുള്ള റിട്ടേൺ പോകുന്ന ഈ മുതലൊക്കെ ഈ പെൺകുട്ടിയൊന്നും ലോകം കാണാത്തതാണോ? അതിനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടാവില്ല. വല്ലോടത്തും റോട്ടിൽ കിടക്കുന്ന വണ്ടിയിൽ കിടക്കുന്നവരെ കൊണ്ടുപോയി ചൊരിഞ്ഞ് അവസാനം ഇപ്പൊ മാന്തല് മേടിച്ച ഒരു അവസ്ഥയായിട്ടാ. എന്തൊരു ജാതി മുതലാണത്. പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. ഞാൻ അവരുടെ കാറിൽ നിന്ന് അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലും കാണിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ വേറെ എന്തൊക്കെയുണ്ട്? നിങ്ങളൊരു പണി എറണാകുളത്തോ മലയണ്ടയിലോ കോഴിക്കോടോ അങ്ങനെയൊക്കെയുള്ള പല പല ബീച്ചുകളുണ്ട് ഇതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഗോവക്കൊന്നും പോകല്ലേട്ടോ, പട്ടായ ഗോവയ്ക്കൊന്നും പോകല്ലേട്ടോ. എന്റെ പൊന്നടാവേ, അവിടെ ഉള്ളവരൊക്കെ നിങ്ങൾ പോയി കയറിയാൽ നിങ്ങൾ തീർന്ന്, നിങ്ങളല്ല അവിടെ ഉള്ളവര് തീർന്ന്. ഈ ജാതി മുതലൊക്കെ എവിടെങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊള്ളാം. എന്തിനങ്ങോട്ട് മാറണം, എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്, ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഒന്നുമല്ലല്ലോ അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവരെന്തോട്ട് ചെയ്യാനാ കാര്യങ്ങൾ. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക, എടുക്കുന്നതിന്റെ പരിപ്പ് തന്നെ. മിക്കവാറും ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ നടന്നായിരിക്കും, അതായിരിക്കും ഇങ്ങനത്തെ ഒരു ക്രിമികടി. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി വണ്ടി റോഡിൽ നടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവർ എല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ, വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടിൽ എല്ലാവരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച്, വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും, എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കും, ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത് വിചാരിക്കും.